എൻ്റെ പേര് ജനറ്റ് എന്നാണ്. ഞാൻ 1976 ഏപ്രിൽ 9 കുണ്ടറ സ്റ്റാഫ് നേഴ്സായിട്ട് ജോയിൻ ചെയ്തു. അതേ വർഷം ഡിസംബറിൽ എനിക്ക് കാരക്കുണത്തേക്ക് ട്രാൻസ്ഫർ കിട്ടി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫും ഡോക്ടേഴ്സും എല്ലാം ജസ്റ്റ് റബ്ബർ പറക്കാനാണോ പോകുന്നതെന്ന് ചോദിച്ച് എന്നെ കളിയാക്കി. ഞാൻ ബിഷപ്പിൻ്റെയൊക്കെ കാല് പിടിച്ചാണ് ട്രാൻസ്ഫർ വാങ്ങി വീടടുത്തായതുകൊണ്ട് ഞാനിവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഡോക്ടർ സ്റ്റാൻലി ജോൺസ് ആയിരുന്നു. പിന്നെ 4 ANM സ്റ്റാഫും ഞാനും ഉണ്ടായിരുന്നു. സ്റ്റാഫ് നേഴ്സായിട്ട് ഞാൻ മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ധാരാളം രോഗികൾ വരുമായിരുന്നു. അങ്ങനെ 4 വർഷം ഞാൻ സ്റ്റാൻലി ഡോക്ടറുടെ കൂടെ ജോലി ചെയ്തു. അങ്ങനെ എനിക്ക് ഡോക്ടർ പുതിയകുളങ്ങരയിൽ പോയി സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ തുടങ്ങിയപ്പോൾ ഇവിടുത്തെ രോഗികളെല്ലാം ഡോക്ടറുടെ കൂടെ പുതിയകുളങ്ങരയിലേക്ക് പോയി. അപ്പോൾ നമുക്കിവിടെ ഡോക്ടേഴ്സ് ഇല്ലാതെ ഇരുന്നു. കുറച്ച് നാൾ ഇല്ലാതെ ഇരുന്നിട്ട് ഒരു ഡോക്ടർ വന്നു. ആ ഡോക്ടർ വന്നിട്ട് വളരെ കുറച്ച് നാൾ ഇരുന്നിട്ട് ഡോക്ടർ പോയി. പിന്നെയും 1-2 മാസം ഡോക്ടർ ഇല്ലാതെ ഇരിക്കും. പിന്നെ ഒരു ഡോക്ടർ വരും. അവരും കുറച്ച് നാൾ ഇരുന്നിട്ട് അവർ പോകും. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ വളരെ അതപ്പതിച്ച നിലയിലിരുന്നു. പിന്നെ വരുന്ന രോഗികൾക്ക് ഞങ്ങൾ മരുന്നൊക്കെ കൊടുക്കും. വരുന്നവർക്ക് ചിലർ വാങ്ങിക്കൊണ്ട് പോകും, ചിലർ വാങ്ങാതെ പോകും. പിന്നെ അടുത്തുകൂടെ വേറെ ഹോസ്പിറ്റലില്ലാതെ ഇരുന്നതുകൊണ്ട് മിക്കവാറും ഞങ്ങൾ കൊടുക്കുന്ന മരുന്ന് വാങ്ങിക്കൊണ്ട് അവർ പോകും. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ സ്പോൺസർഷിപ്പിലുള്ള ഡോക്ടേഴ്സ്, വെല്ലൂരിൽ നിന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് വരുമായിരുന്നു. അവരും വന്ന് ഇവിടെ അവർക്ക് ആഹാരത്തിനൊക്കെ കഷ്ടമായതുകൊണ്ട് ഹോട്ടലുകളൊന്നും ഇല്ലാതെ ഇരുന്നതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് കുറച്ച് ദിവസം ഇരിക്കും, പിന്നെ അവർ പോകും. അങ്ങനെ ഇരിക്കെ 1986 ഡോക്ടർ ബെനറ്റ് ഇവിടെ വന്നു. ഡോക്ടർ ബെനറ്റ് വന്നതിന് ശേഷം നമ്മുടെ ഹോസ്പിറ്റൽ വളരാൻ തുടങ്ങി. എന്നുവെച്ചാൽ രോഗികളോട് ഡോക്ടർക്കുള്ള സമീപനവും ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റും സംസാരവും എല്ലാം കൊണ്ട് ഡോക്ടറെ അവർക്ക് വളരെ പേഷ്യൻസിന് വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റൽ വളരാൻ തുടങ്ങി. നമുക്ക് ഡോക്ടർ വന്നതിന് ശേഷം ഇവിടെ ഒരു ചെറിയ കെട്ടിടം ഉണ്ടായിരുന്നു. അതിൽ കാർ ഷെഡായിരുന്നതിന് ശരിയാക്കി ഓപ്പറേഷൻ തിയേറ്ററിൽ ലേബർ റൂമാക്കി. പേഷ്യൻസ് കൂടാൻ തുടങ്ങിയപ്പം കൂടുതൽ സ്റ്റാഫുകളെ എടുത്ത് ഡോക്ടേഴ്സിനെ എടുത്ത് ആ കൂട്ടത്തിലാണ് ഡോക്ടർ ബാബുരാജ് വരുന്നത്. നമുക്ക് ഡോക്ടർ ബെനറ്റ് വന്നതിന് ശേഷം പുതിയ കെട്ടിടത്തിൽ 88 ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങി. അപ്പോൾ ലേബർ റൂമിൽ ജമീല ഡോക്ടർ നോക്കുമായിരുന്നു. ധാരാളം ഡെലിവറിയൊക്കെ വരാൻ തുടങ്ങി, ഓപ്പറേഷൻ കേസുകൾ വരാൻ തുടങ്ങി. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ജോലി ചെയ്യാൻ അപ്പോഴുണ്ടായിരുന്ന സ്റ്റാഫുകളൊന്നും ബില്ലിങ് അല്ലാതെ ഇരുന്നു. എന്നിട്ട് ഞാൻ രാത്രിയും പകലൊന്നുമില്ലാതെ ജോലി ചെയ്തു. രാത്രി ഇവിടെ എനിക്ക് 6 മണി വരെയാണ് ഡ്യൂട്ടി. പക്ഷേ ഡ്യൂട്ടി കഴിഞ്ഞ് പോയാൽ ഉടനെ എൻ്റെ പുറകെ ആംബുലൻസ് വരും, എമർജൻസി കേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. 2-3 പ്രാവശ്യമൊക്കെ ഞാൻ വന്നിട്ട് തിരിച്ചു പോയ ദിവസങ്ങളുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. അങ്ങനെ ഒരു റെസ്റ്റും ഇല്ലാതെ എനിക്ക് 88 TB മെനിഞ്ചൈറ്റിസ് വന്നു. TB മെനിഞ്ചൈറ്റിസ് വന്ന് ഞാൻ ഇവിടെ 15 ദിവസം അഡ്മിറ്റായിരുന്നു. അത് കഴിഞ്ഞ് ശ്രീചിത്രയിൽ 1 വീക്ക് കിടന്നു. പിന്നെ എനിക്ക് 1 മാസം സിക്ക് ലീവ് തന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടിക്ക് വന്നു. വളരെ കഷ്ടപ്പെട്ടെങ്കിലും എനിക്ക് അതിനുള്ള എക്സ്ട്രാ ചാർജ്, ഓവർ ചാർജൊന്നും ഞാൻ വാങ്ങില്ലായിരുന്നു. അതേസമയം എൻ്റെ കൂടെയുള്ള മറ്റ് സ്റ്റാഫുകളൊക്കെ അവർ എത്ര സമയം കൂടുതൽ ജോലി ചെയ്യുന്നു അത്രയും സമയം കാൽക്കുലേറ്റ് ചെയ്ത് എക്സ്ട്രാ പൈസ വാങ്ങുമായിരുന്നു. പക്ഷേ എനിക്ക് സ്ഥാപനം വളരണമെന്നുള്ള ഒരാഗ്രഹത്തോടെ ഞാൻ അന്ന് തുടങ്ങി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ പഠിച്ച സ്ഥാപനം പോലെ ഈ കാരക്കുണം ഹോസ്പിറ്റൽ വലുതാകണം എന്ന് വിചാരിച്ച് ഞാൻ എന്നും പ്രാർത്ഥിക്കും. പിന്നെ ഡോക്ടർ ബെനറ്റിൻ്റെയും ഡോക്ടർ ജമീലയുടെയും റെസ്റ്റില്ലാത്ത ജോലിയുണ്ട്. നമ്മുടെ സ്ഥാപനം വലുതായി. ലേബർ റൂമിൽ ഒരു കേസ് വന്നാൽ അതിൻ്റെ ഡെലിവറി ആകുന്നത് വരെ ഡോക്ടർ ജമീല ക്വാർട്ടേഴ്സിൽ പോവുകയോ ആഹാരം കഴിക്കുകയോ ഒന്നും ചെയ്യില്ല. അങ്ങനെ രോഗികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ധാരാളം ഡെലിവറി കേസൊക്കെ നമുക്ക് വരാൻ തുടങ്ങി. പിന്നെ അതിനുശേഷം ഗസ്റ്റായിട്ട് ഡോക്ടർ പുരേതൻ, ഡോക്ടർ ഖാദർ, ഡോക്ടർ ഉമ,
ഡോക്ടർ സുജ, അവർ 4 പേരും വന്നു. അതിനോടൊപ്പം ഡോക്ടർ ബാബുരാജ് ഉണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റൽ വളരാൻ തുടങ്ങി. പിന്നെ ഡോക്ടർ ബെന്നറ്റ് ഫാറിനേഴ്സിനോടും ആൽബനി ടീമിനെ ഇൻഫോം ചെയ്ത് നമുക്ക് കെട്ടിടം, ഡോക്ടർ വന്നപ്പം അസ്ഥിവാരം കെട്ടി കമ്പി നിർത്തിയിരുന്ന ഇത് തുരുമ്പ് പിടിച്ച് ശോഷിച്ച് പോകാറായിരുന്നപ്പം ഡോക്ടർ ആൽബനി ടീംകാർ നെയ്യൂരിൽ വന്നുകൊണ്ടിരുന്നവർ ഒരു പ്രാവശ്യം നമ്മളെ വിസിറ്റ് ചെയ്യാൻ വന്നു. അപ്പോൾ അവർ നമുക്ക് നല്ല സഹായങ്ങൾ ചെയ്ത് ഓരോ സ്റ്റെപ്പും ഡോക്ടർ ബെന്നറ്റ് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും. അങ്ങനെ അവർ പൈസ അയച്ചു കൊടുത്ത് നമുക്ക് ധാരാളം ബിൽഡിങ്ങൊക്കെ വയ്ക്കാൻ അവരാണ് സഹായിച്ചത്. അല്ലാതെ നമ്മുടെ പേഷ്യൻസിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന പൈസ കൊണ്ട് നമുക്ക് ശമ്പളം കൊടുക്കാൻ പോലും തികയില്ലായിരുന്നു. ഡോക്ടർ വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് 5-6 മാസത്തെ ശമ്പളം മുടങ്ങിയൊക്കെ കിടന്നത്. ഡോക്ടർ ബെന്നറ്റ് ഏപ്രിൽ 15 ജോയിൻ ചെയ്തു. ആ മാസത്തെ സാലറി ഏപ്രിൽ 30 ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി. ഡോക്ടർ വരുന്നതിന് മുമ്പ് നമുക്ക് ഒരു മാസത്തെ സാലറി 35,000 രൂപ മാത്രം മതിയായിരുന്നു അപ്പോഴുണ്ടായിരുന്ന സ്റ്റാഫിന്. വന്നതിന് ശേഷം ഈ പെൻഡിങ് ഉള്ള പൈസ എല്ലാം ഡോക്ടർ തന്നു. പേഷ്യൻസ് വരാൻ തുടങ്ങിയ ഉടനെ നമുക്ക് കളക്ഷനും കൂടി എല്ലാവരുടെ പെൻഡിങ് സാലറി എല്ലാം തീർത്ത് റെഗുലറായിട്ട് സാലറി കിട്ടിക്കൊണ്ടിരുന്നു. പിന്നെ എക്സ്ട്രാ സ്റ്റാഫുകളെ എടുത്തു, എക്സ്ട്രാ കെട്ടിടം കെട്ടിയതെല്ലാം ആൽബനി ടീംകാരുടെ ഹെൽപ്പോടെയാണ്. 1999 CMIയിൽ നിന്ന് CMI പ്രസിഡൻ്റായിരുന്ന ഡിസ്പോത്തൻ, അവർ MSc നേഴ്സായിരുന്നു. അവർ നമ്മുടെ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യാൻ വന്നിട്ട് എന്നോട് തീർച്ചയായിട്ടും ഹയർ സ്റ്റഡിക്ക് പോകണം, ഒന്നുകിൽ വെല്ലൂരിൽ BSc നഴ്സിംഗ് പഠിക്കാൻ പോകണം, ഇല്ലെങ്കിൽ ബാംഗ്ലൂരിൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കാൻ പോകണം എന്ന് നിർബന്ധിച്ചതനുസരിച്ച് ഡോക്ടർ ബെന്നറ്റിനോട് ചോദിച്ച് ഡോക്ടർ എനിക്ക് പെർമിഷൻ തന്നു. ഞാൻ 99 അവിടെ പോയി നഴ്സിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് 1 ഇയർ പഠിച്ചിട്ട് തിരിച്ചു വന്നു. 2000 നമുക്ക് നഴ്സിംഗ് സ്കൂൾ തുടങ്ങി. അത് കഴിഞ്ഞ് കോളേജ് ഓഫ് നഴ്സിംഗ് തുടങ്ങി. പിന്നെ MBBS കോഴ്സ് തുടങ്ങി. ഇതെല്ലാം ഡോക്ടർ ബെന്നറ്റിൻ്റെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് നമുക്ക് കിട്ടിയത്. വളരെ കഷ്ടപ്പെട്ട് ഡോക്ടർ ഊണും ഉറക്കവും ഇല്ലാതെ ഓടി നടന്ന് ഒരു മെഡിക്കൽ കോളേജാക്കി. MBBSന് 100 സീറ്റായിരുന്നത് ഇപ്പോൾ 150 സീറ്റായി. പിന്നെ 14ഓളം PG കോഴ്സുകൾ, പാരാമെഡിക്കൽ കോഴ്സുകൾ എല്ലാം തുടങ്ങി വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കഷ്ടപ്പെട്ടത് ഡോക്ടർ ബെന്നറ്റ് അബ്രഹാം, പിന്നെ ഇപ്പോഴും കൂടെ ഇരിക്കുന്ന സീനിയർ ഡോക്ടേഴ്സ്. വളരെ ചെറുതായിരുന്ന ഈ ആശുപത്രി ഇപ്പോഴും ഇത്രയും വളർന്ന് ധാരാളം ആളുകൾക്ക് പഠിക്കാനും പിന്നെ ജോലി ചെയ്യാനും ദൈവം അനുവദിച്ചു. അപ്പം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വിശ്വസ്തയോടെ ചെയ്ത് ദൈവാനുഗ്രഹം വാങ്ങേണ്ടതാണ്. എത്രയോ കുടുംബങ്ങൾ ഈ സ്ഥാപനം മൂലം വളർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം ഇനി വരുന്ന തലമുറയ്ക്ക് ഇതിനേക്കാളും പ്രയോജനപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് സഹകരിച്ച് ഈ സ്ഥാപനത്തിനെ വളർത്തിക്കൊണ്ടുപോകാൻ നോക്കണം. അതിനുവേണ്ടി ഇതുവരെയും ഡോക്ടർ ബെന്നറ്റിൻ്റെ കഠിന പ്രയത്നം ഉണ്ടായിരുന്നു. ഇനിയും അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മുടെ ഭാവി തലമുറകൾക്ക് അത് വളരെ പ്രയോജനകരമായിരിക്കും.